നാരായണ. ഹരി ഓം ഹരി ഓം. ഓം ശുക്ലാം വരദരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മ ഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ അമൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോऽത്ര പരമോ നിർമ്മൽസരാണാം സതാം. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ. സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ബലം സുഗമുഗാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം. മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേതുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിഥിദീർഷതാം തമോന്തം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ. വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയ ഇമാ പുരോ വിഭുഃ നിർമായ ശേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ ഭജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി.
പാതാളയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ. പരമഋഷിഭ്യഃ ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. സുസ്വാഗതം. ഭാഗവതജ്ഞാനഗംഗാ പ്രവാഹത്തിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഭാഗവതജ്ഞാനഗംഗ നവമസ്കന്ധത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. 1-ാം അധ്യായം വൈവസ്വത മനുവിന്റെ വംശം ആരംഭിക്കുന്നു. ഇളാവുപാഖ്യാനം. വൈവസ്വത മനുവിന് 10 പുത്രന്മാരുണ്ടായി, ഇക്ഷ്വാകു മുതലായിട്ട്. പക്ഷെ അതിനു മുമ്പായിട്ട് ഒരു കന്യകയുണ്ടായി, ഇള എന്ന പേരും. അപ്പോൾ ആ കന്യകയുടെ കഥയാണ്, അല്ലെങ്കിൽ ആ കന്യക പിന്നീട് പുരുഷനായി സുദ്യുമ്നനായി മാറുന്നതും പിന്നീട് വീണ്ടും ഇളയാകുന്നതും അങ്ങനെ ചന്ദ്രവംശത്തിൻ്റെ തുടക്കമായി മാറുന്നതും ഒക്കെയാണ് വർണ്ണിക്കുന്നത്. നമുക്ക് വായിക്കാം. രാവിലെ 22 ശ്ലോകങ്ങൾ വ്യാഖ്യാനിച്ചു. ഇനി 20 ശ്ലോകങ്ങൾ വ്യാഖ്യാനിക്കാനുണ്ട്. ഒന്നിച്ച് 42 ശ്ലോകങ്ങളും വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ നവമസ്കന്ധേ പ്രഥമോऽധ്യായഃ. രാജോവാച മന്വന്തരാണി സർവാണി ത്വയോക്താനി ശ്രുതാനി മേ വീര്യാണ്യനന്തവീര്യസ്യ ഹരേസ്തത്ര കൃതാനി ച. യോസൗ സത്യവ്രതോ നാമ രാജർഷിർദ്രവിഡേശ്വരഃ. ജ്ഞാനം യോ അതീതകൽപാന്തേ ലേഭേ പുരുഷസേവയാ. സ വൈ വിവസ്വതഃ പുത്രോ മനുരാസീത് ഇതി ശ്രുതം. ത്വത്തസ്തസ്യ സുതാശ്ചോക്താ ഇക്ഷ്വാകുപ്രമുഖാ നൃപാഃ. തേഷാം വംശം പൃഥക് ബ്രഹ്മൻ വംശ്യാനുചരിതാനി ച. കീർത്തയസ്വ മഹാഭാഗ നിത്യം ശുശ്രൂഷതാം ഹിനഃ. യേ ഭൂതാ യേ ഭവിഷ്യാശ്ച ഭവന്തി അദ്യതനാശ്ച യേ. തേഷാം നഃ പുണ്യകീർത്തീനാം സർവേഷാം പദവിക്രമാൻ. സൂത ഉവാച ഏവം പരീക്ഷിതാ രാജ്ഞാ സദസി ബ്രഹ്മവാദിനാം. പൃഷ്ടഃ പ്രോവാച ഭഗവാൻ ശുകഃ പരമധർമ്മവിത്. ശ്രീശുക ഉവാച ശ്രൂയതാം മാനവോ വംശഃ പ്രാചുര്യേണ പരന്തപ. ന ശക്യത്തെ വിസ്തരതോ വക്തും വർഷശതൈരപി. പരാപരേഷാം ഭൂതാനാമാത്മാ യഃ പുരുഷഃ പരഃ. സ ഏവാസീദിദം വിശ്വം കൽപ്പാന്ത്യ അന്യം ന കിഞ്ചന. തസ്യ നാഭേഃ സമഭവത് പദ്മകോശോ ഹിരണ്മയഃ. തസ്മിൻ ജജ്ഞേ മഹാരാജ സ്വയംഭൂഃ ചതുരാനനഃ. മരീചിർമനസസ്തസ്യ ജജ്ഞേ തസ്യാപി കശ്യപഃ. ദാക്ഷായണ്യാം തതോ ആദിത്യാം വിവസ്വാൻ അഭവത് സുതഃ. തതോ മനുശ്രാദ്ധദേവഃ സംജ്ഞായാമാസ ഭാരത. ശ്രദ്ധായാം ജനയാമാസ ദശപുത്രാൻ സ ആത്മവാൻ. ഇക്ഷ്വാകുനൃഗശര്യാദിദിഷ്ടദൃഷ്ടകരൂഷകാൻ. നരിഷ്യന്തം പൃഷദ്രം ച നഭഗം ച കവിം വിഭുഃ. അപ്രജസ്യ മനോഃ പൂർവം വസിഷ്ഠോ ഭഗവാൻ കില. മിത്രാവരുണയോരിഷ്ടിം പ്രജാർത്ഥമകരോത് പ്രഭുഃ. തത്ര ശ്രദ്ധാ മനോഃ പത്നീ ഹോതാരം സമയാചത. ദുഹിത്രർത്ഥമുപാഗമ്യ പ്രണിപത്യ പയോവ്രതാ. പ്രേഷിതോദ്വര്യുണാ ഹോതാ വ്യായൻ തത്സു സമാഹിതഃ. ഹവിഷി വ്യചരത് തേന വഷട്കാരം ഗൃണൻ ദ്വിജഃ. ഹോതുസ്തദ്വ്യഭിചാരേണ കന്യേളാ നാമ സാഭവത്. താം വിലോക്യ മനുഃപ്രാഹ നാദിഹൃഷ്ടമനാ ഗുരും. ഭഗവൻ കിമിദം ജാതം കർമ്മവോ ബ്രഹ്മവാദിനാം. വിപര്യമഹോ കഷ്ടം മൈവം സ്യാത് ബ്രഹ്മവിക്രിയാം. യൂയം മന്ത്രവിദോ യുക്താഃ തപസാ ദഗ്ധകിൽബിഷാഃ.
കുതഃ സങ്കൽപവൈഷമ്യം അനൃതം വിബുധേഷ്വിവ തന്നിശമ്യ വചസ്തസ്യ ഭഗവാൻ പ്രപിതാമഹഃ ഹോതുർവ്യതിക്രമം ജ്ഞാത്വാ ബഭാഷേ രവിനന്ദനം ഏതത് സങ്കൽപവൈഷമ്യം ഹോതുസ്തേ വ്യഭിചാരതഃ തദാപി സാധയിഷ്യേ തേ സുപ്രജാസ്ത്വം സ്വരേ സ്വതേജസാ ഏവം വ്യവസിതോ രാജൻ ഭഗവാൻ സമഹായശാഃ അസ്തൗഷീദാദിപുരുഷം ഇളായാഃ പുംസ്ത്വകാമ്യയ തസ്മൈ കാമവരം തുഷ്ടോ ഭഗവാൻ ഹരിരീശ്വരഃ ദദൗ ഇളാഭവത്തേന സുദ്യുമ്നഃ പുരുഷർഷഭഃ സ ഏകദാ മഹാരാജ വിചരൻ മൃഗയാം വനെ വൃതകതിപയാമാത്യൈഃ അശ്വമാരുഹ്യ സൈന്ദവം പ്രഗൃഹ്യ രുചിരം ചാപം ശരാംശ്ച പരമാദ്ഭുതാൻ ദംശിതോ അനുമൃഗം വീരോ ജഗാമ ദിശമുത്തരാം സ കുമാരോപനം മേരോഃ അധസ്താത് പ്രവിവേശഃ യത്രാസ്തേ ഭഗവാൻ സർവോ രമമാണഃ സഹോമയാ തസ്മിൻ പ്രവിഷ്ട ഏവാസൗ സുദ്യുമ്നഃ പരവീരഃ അപശ്യ സ്ത്രിയം ആത്മാനം അശ്വം ച ബടവാം നൃപ തദാ തദനുഗാഃ സർവേ ആത്മലിംഗ വിപര്യം ദൃഷ്ട്വാ വിമനസോऽഭൂവൻ വീക്ഷമാണാഃ പരസ്പരം രാജോവാച കഥം ഏവം ഗുണോ ദേശഃ കേന വാ ഭഗവൻ കൃതഃ പ്രശ്നമേനം സമാചക്ഷ്വ പരം കൗതൂഹലം ഹിനഃ ശ്രീശുക ഉവാച ഏകദാ ഗിരിശം ദ്രഷ്ടും ഋഷയസ്തത്ര സുവ്രതാഃ ദിശോ വിതിമിരാഭാസാഃ കുർവന്തഃ സമുപാഗമൻ താൻ വിലോക്യാംബികാ ദേവി വിവാസാ വ്രീഡിതാ വൃശം ഭർത്തുരംഗാത് സമുത്ഥായ നീവീമാശ്വതപര്യദാത് ഋഷയോപി തയോർവീക്ഷ്യ പ്രസംഗം രമമാണയോഃ നിവൃത്താഃ പ്രയയുസ്തസ്മാത് നരനാരായണാശ്രമം തദിദം ഭഗവാനാഃ പ്രിയായാഃ പ്രിയകാമ്യയാ സ്ഥാനം യഃ പ്രവിശേദേതത് സ വൈ യോഷിദ്ഭവേദിതി തത ഊർധ്വം വനം തദ്വൈ പുരുഷാ വർജയന്തിഃ സാ ചാനുചര സംയുക്താ വിചചാര വനാദ്വനം അദതാം ആശ്രമാഭ്യാശ്യേ ചരന്തീം പ്രമദോത്തമാം സ്ത്രീഭിഃ പരിവൃതാം വീക്ഷ്യ ചകമേ ഭഗവാൻ ബുധഃ സാപിതം ചകമേ സുബ്രൂഃ സോമരാജസുതം പ്രതി സുതം പതിം സ തസ്യാം ജനയാമാസ പുരൂരവസമാത്മജം ഏവം സ്ത്രീത്വമനുപ്രാപ്തഃ സുദ്യുമ്നോ മാനവോ നൃപഃ സസ്മാര സ്വകുലാചാര്യം വസിഷ്ഠം ഇതി ശുശ്രുമ സ തസ്യ താം ദശാം ദൃഷ്ട്വാ കൃപയാ വൃഷപീഡിതഃ സുദ്യുമ്നസ്യാശയൻ പുംസ്ത്വം ഉപാദാവത ശങ്കരം തുഷ്ടസ്തസ്മൈ സ ഭഗവാൻ ഋഷയേ പ്രിയമാവഹൻ സ്വാം ച വാചം ഋതാം കുർവൻ ഇദമാഹ വിശാംപദേ മാസം പുമാൻ സ ഭവിതാ മാസം സ്ത്രീ തവ ഗോത്രജഃ ഇത്തം വ്യവസ്ഥയാ കാമം സുദ്യുമ്നോ വധു മേദിനീം ആചാര്യാനുഗ്രഹാത് കാമം ലബ്ധ്വാ പുംസ്ത്വം വ്യവസ്ഥയാ പാലയാമാസ ജഗതീം നാഭ്യനന്ദൻ സ്മതാം തം പ്രജാഃ തസ്യോൽക്കലോ ഗയോ രാജൻ വിമലശ്ച സുതാസ്ത്രയഃ ദക്ഷിണാപദരാജാനോ ബഭൂവുർധർമ്മവത്സലാഃ തതഃ പരിണതേ കാലേ പ്രതിഷ്ഠാനപതിഃ പ്രഭുഃ പുരൂരവസ ഉത്സൃജ്യ ഗാം പുത്രായ ഗതോ വനം. ഹരി ഓം. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം നവമസ്കന്ധേ യിളോപാഖ്യാനേ പ്രഥമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും വീണ്ടും നമസ്കാരം. ശുഭസായാഹ്നം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം.
നല്ല മഴ പെയ്യുന്നതൂടെ കേരളത്തിൽ എല്ലായിടത്തും മഴയുണ്ടെന്ന് വിചാരിക്കുന്നു. നാരായണ നാരായണ ഹരി ഓം. നമ്മൾ നവമസ്കന്ധത്തിലേക്ക് പ്രവേശിച്ചു. ഈശാനുകഥ എന്നതാണ് വിഷയം. സൂര്യവംശം, സോമവംശം, ഈ രണ്ട് വംശങ്ങളെ വർണ്ണിക്കുന്നതാണ് 24 അധ്യായങ്ങൾ. അപ്പോൾ പരീക്ഷിത്ത് രാജാവിൻ്റെ ചോദ്യത്തോടു കൂടിയിട്ടാണ് തുടങ്ങിയത്. വൈവസ്വത മനുവിനെക്കുറിച്ച് അങ്ങ് സൂചിപ്പിച്ചുവല്ലോ, വിസ്തരിച്ച് കേൾക്കണം എന്നുള്ള ആ വംശത്തെക്കുറിച്ച്, വംശാനുചരിതത്തെ വിസ്തരിച്ച് കേൾക്കണം. ഭൂതകാലത്തുണ്ടായ രാജാക്കന്മാരെയും വർത്തമാനത്തുള്ളവരെക്കുറിച്ചും വരാനിരിക്കുന്നവരെക്കുറിച്ചും എല്ലാം പറയണം എന്നൊക്കെയുള്ള പരീക്ഷിത്ത് രാജാവിൻ്റെ ആകാംക്ഷയ്ക്ക് മറുപടിയായിട്ട് ശ്രീ ശുകബ്രഹ്മർഷി വൈവസ്വത മനുവിൻ്റെ വംശപരമ്പരയെ വർണ്ണിക്കാൻ ആരംഭിക്കുന്നു. ആ മനുവിന് 10 പുത്രന്മാരുണ്ടായി. ശ്രദ്ധ എന്ന ദേവിയിൽ അദ്ദേഹത്തിന്റെ പേര് ശ്രാദ്ധദേവൻ എന്നാണെന്ന് സൂചിപ്പിച്ചു. വിവസ്വാന്റെ പുത്രനാണ് വൈവസ്വതൻ. ഭഗവാൻ നാരായണന്റെ പുത്രനായി ബ്രഹ്മദേവനും, ബ്രഹ്മദേവന്റെ പുത്രനായി മരീചിയും, മരീചി പുത്രനായി കശ്യപനും, കശ്യപ പുത്രനായി വിവസ്വാനും. ആ വിവസ്വാന്റെ പുത്രനാണ് വൈവസ്വതൻ എന്ന മനു. അദ്ദേഹത്തിന് 10 മക്കൾ: ഇക്ഷ്വാകു, നൃഗൻ, ശര്യാദി, ദിഷ്ടൻ, ദൃഷ്ടൻ, കരൂഷകൻ, നരിഷ്യന്തൻ, പൃഷദ്രൻ, നഭകൻ, കവി. അപ്പൊ ഇവര് ജനിക്കുന്നതിന് മുമ്പേ അദ്ദേഹത്തിന് ഒരു പുത്രി ഉണ്ടായി. അപ്രജനായ അദ്ദേഹം തനിക്ക് പുത്രനുണ്ടാവാനായിട്ട് വസിഷ്ഠന്റെ നിർദ്ദേശപ്രകാരം ഒരു മിത്രാവരുണന്മാരെ ആരാധിച്ചുകൊണ്ടുള്ള ഒരു യാഗം ചെയ്തു. പക്ഷെ ആ സമയത്ത് അദ്ദേഹത്തിന്റെ പത്നി ശ്രദ്ധാദേവി ഹോതാവിനെ സമീപിച്ച് തനിക്കൊരു കന്യകയാണ് വേണ്ടത് എന്നുള്ള കാര്യം പറഞ്ഞു. അങ്ങനെ ഹോതാവ് ഹോമം ചെയ്യുമ്പോൾ, ഹവിസ് സമർപ്പിക്കുമ്പോൾ സങ്കല്പിച്ചത് സ്ത്രീ പ്രജയ്ക്കായിട്ട്. തന്മൂലം ഹോമാന്തരം ഈ സ്ത്രീ പ്രസവിച്ചത് പെൺകുട്ടിയായിരുന്നു. ഇള എന്ന പേര് അറിയപ്പെട്ടു. അപ്പോൾ ഇദ്ദേഹത്തിന് തൃപ്തിയായില്ല. അദ്ദേഹം വസിഷ്ഠനോട് ചോദ്യം ചെയ്തു, ഇതെന്ത് സംഭവിച്ചു? മന്ത്രം പിഴച്ചുവോ? നിങ്ങൾക്ക് അങ്ങനെ പിഴയ്ക്കാത്തതാണല്ലോ. അപ്പൊ അദ്ദേഹം തന്റെ സഹായിയിൽ നിന്ന് കാര്യമറിഞ്ഞു. ഈ ശ്രദ്ധാദേവിയുടെ അപേക്ഷ പ്രകാരം അവര് സ്ത്രീ സന്തതിയെ ജനിക്കാനായിട്ട് സങ്കല്പം ചെയ്തതിന്റെ ഫലമാണിതെന്ന് മനസ്സിലാക്കി. ശരി, സാരമില്ല, ആശ്വസിപ്പിച്ചു. എന്റെ തേജസ് കൊണ്ട്, എന്റെ പ്രഭാവം കൊണ്ട്, എന്റെ തപസ്സുകൊണ്ട് ഞാൻ ഈ സ്ത്രീയെ പുരുഷനാക്കി തരാം എന്ന് പറഞ്ഞ് അദ്ദേഹം ഭഗവാനെ സ്തുതിച്ചു, നാരായണനെ സ്തുതിച്ചു. ആ വസിഷ്ഠന്റെ പ്രാർത്ഥന കൊണ്ട് സ്ത്രീയായിരുന്ന ഇള പുരുഷോത്തമനായ സുദ്യുമ്നനായി ഭവിച്ചു. അതാണ് തസ്മൈ കാമവരം തുഷ്ടോ ഭഗവാൻ ഹരിരീശ്വരഃ ദദൗ ഇളാ അഭവത് തേന സുദ്യുമ്നഃ പുരുഷർഷഭഃ. ഭഗവാന്റെ അനുഗ്രഹത്താൽ, വസിഷ്ഠന്റെ പ്രാർത്ഥനയാലൊക്കെ, അപ്പൊ ഗുരുവിന്റെയും ഈശ്വരന്റെയും അനുഗ്രഹം കൊണ്ട് വൈവസ്വത മനുവിന് ആ പെൺകുട്ടി ആൺകുട്ടിയായി സുദ്യുമ്നനായി ലഭിച്ചു. അതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. തുടർന്ന് വളരെ രസകരമായിട്ടുള്ള കഥ കേൾക്കാം നമുക്ക്. 23-ാം ശ്ലോകം മുതൽക്ക്. സ ഏകദാ മഹാരാജ വിചരൻ മൃഗയാം വനേ വൃതക്കതിപയാമാത്യൈഃ അശ്വമാരുഹ്യ സൈന്ദവം പ്രഗൃഹ്യ രുചിരം ചാപം ശരാംശ്ച പരമദ്ഭുതാൻ
ദംശിതോനുമൃഗം വീരോ ജഗാമ ദിശമുത്തരാം സകുമാരോ വനം മേരോഃ അധസ്താത് പ്രവിവേശഃ യത്രാസ്തേ ഭഗവാൻ ശർവോ രമമാനഃ സഹോമയാ തസ്മിൻ പ്രവിഷ്ട ഏവാസൗ സുദ്യുമ്നഃ പരവീരഃ അപശ്യ സ്ത്രിയം ആത്മാനം അശ്വം ച ബടവാം നൃപം തദനുഗാ സർവേ ആത്മലിംഗ വിപര്യം ദൃഷ്ട്വാ വിമനസോ ഭൂവൻ വീക്ഷമാണാഃ പരസ്പരം. പിന്നീട് ഈ സുദ്യുമ്നന് എന്ത് സംഭവിച്ചു എന്ന് കഥ തുടരുകയാണ്. സ ഏകദാ മഹാരാജ വിചരൻ മൃഗയാം വനെ ധൃതകതിപയാമാത്യൈഃ അശ്വമാരുഹ്യ സൈന്ധവം. സഹ എന്ന് പറഞ്ഞാൽ ഇവിടെ കഥാനായകൻ സുദ്യുമ്നനാണ്. അപ്പോ ആ സുദ്യുമ്നൻ ഏകദാ ഒരിക്കൽ മഹാരാജ, അല്ലയോ പരീക്ഷിത്ത് മഹാരാജാവേ. സുഖബ്രഹ്മർഷി പരീക്ഷത്തിനെ സംബോധന ചെയ്തതാണ് മഹാരാജ. അപ്പൊ അല്ലയോ പരീക്ഷിത്ത് രാജാവേ, അദ്ദേഹം ഒരിക്കൽ വനേ മൃഗയാം വിചരന്, വനത്തിൽ മൃഗയാ വിനോദത്തിനായിട്ട് നായാട്ടിനായിക്കൊണ്ട് വിചരിച്ചുകൊണ്ടിരിക്കെ അദ്ദേഹം വനത്തിലേക്ക് പോയപ്പോൾ, പുരുഷനാണ്, രാജാവാണ്, രാജകുമാരനാണ്, അതുകൊണ്ട് അദ്ദേഹം വനത്തിലേക്ക് ചെന്നു. എങ്ങനെ ചെന്നു? വൃതഃ കതിപയ അമാത്യൈഹി. കതിപയ അമാത്യൈഹി വൃതഃ, ഏതാനും ചില മന്ത്രിമാരാൽ സേവിതനായിട്ട്, വൃതനായിട്ട്, വൃതൻ എന്നാൽ ചുറ്റപ്പെട്ടവനായിട്ട്, അകമ്പടിയോടുകൂടിയവനായിട്ട്. അപ്പൊ കുറച്ച് മന്ത്രിമാരെ അകമ്പടി കൂട്ടിക്കൊണ്ട് അദ്ദേഹം വനത്തിലേക്ക് മൃഗയാ വിനോദത്തിന് ചെന്നു. എങ്ങനെ? അശ്വം ആരുഹ്യ സൈന്ധവം. സൈന്ധവം അശ്വം ആരുഹ്യ. സൈന്ധവം എന്ന് പറഞ്ഞാൽ സിന്ധുദേശേ ഭവം. സിന്ധു എന്നുള്ള ദേശം, സിന്ധു നദീതീരം, നമ്മുടെ ഇന്നത്തെ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനൊക്കെ സൈന്ധവ ദേശമാണ്. അഫ്ഗാനിസ്ഥാൻ ഗാന്ധാരമാണ്, സൈന്ധവ ദേശം പാകിസ്ഥാനാണ്, സിന്ധു നദീതടം. അവിടുത്തെ കുതിരകൾ ഇത്തിരി സ്പെഷ്യലാണ്. അവിടുത്തെ കുതിരകൾക്ക് നല്ല വലിപ്പം കൂടും, ശക്തി കൂടും, വേഗം കൂടും. അങ്ങനെ കുതിരകളിൽ സ്പെഷ്യലാണ് സൈന്ധവം അശ്വം. അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത് സൈന്ധവം അശ്വമാരുഹ്യ. സിന്ധുദേശത്ത് ബ്രീഡായിരിക്കുന്ന നല്ല ഗംഭീരങ്ങളായ കുതിരകൾ. അപ്പൊ അതിലൊന്നില് അദ്ദേഹം ആരോഹണം ചെയ്തു. രാജാക്കന്മാർക്കൊക്കെ വലിയൊരു ക്രൈസാണ് നല്ല ഉത്തമങ്ങളായ കുതിരകൾ ഉണ്ടാവുക എന്നുള്ളത്, നല്ല കുതിരകളുടെ സ്വന്തക്കാരാവുക. അപ്പൊ അങ്ങനെയുള്ള ഒരു വലിയ കുതിരയിൽ അദ്ദേഹം ആരോഹണം ചെയ്ത് പോവുകയാണ് നായാട്ടിന്. എങ്ങനെ? പ്രഗൃഹ്യ രുചിരം ചാപം ശരാംശ്ച പരമാദ്ഭുതാൻ ദംശിതോ അനുമൃഗം ധീരോ ജഗാമദിശമുത്തരാം. അദ്ദേഹം രുചിരം ചാപം പ്രഗൃഹ്യ, രുചിരം മനോഹരം, വളരെ ഗംഭീരമായിട്ടുള്ളൊരു വില്ല് ഗ്രഹിച്ചിട്ടുണ്ട്, വില്ലെടുത്തിട്ടുണ്ട്. പരമാദ്ഭുതാൻ ശരാൻച, അത്ഭുതങ്ങളായ ഗംഭീരങ്ങളായ അസ്ത്രങ്ങളെയും ധരിച്ചിട്ടുണ്ട്. മോശമായിട്ടുള്ള അസ്ത്രങ്ങളല്ല, അത്ഭുതങ്ങളായ അസ്ത്രങ്ങൾ, ദിവ്യങ്ങളായ അസ്ത്രങ്ങൾ എന്നൊക്കെ പറയാം. അപ്പൊ അങ്ങനെയുള്ള അസ്ത്രങ്ങളെയും ധരിച്ചുകൊണ്ട് പ്രഗൃഹ്യ വീരഃ, ആ വീരനായിട്ടുള്ള സുദ്യുമ്നൻ, ദംശിതഃ, ദംശിതൻ എന്ന് പറഞ്ഞാല് ദംശം എന്ന് പറഞ്ഞാൽ പടച്ചട്ട, ദംശിതഃ എന്ന് പറഞ്ഞാലോ പടച്ചട്ട കെട്ടിയവൻ. നല്ലതുപോലെ അരയും തലയും മുറുക്കിക്കെട്ടി പടച്ചട്ടയും ഒക്കെ അണിഞ്ഞ് ഗംഭീരമായിട്ടുള്ള ഒരുക്കത്തോടുകൂടെ. അപ്പൊ ദംശിതഃ സന്നദ്ധനായിട്ട് അനുമൃഗം ഉത്തരാം ദിശം ജഗാമ. അനുമൃഗം എന്നാൽ മൃഗങ്ങളുടെ പുറകെ, മൃഗത്തെ അനുഗമിച്ചുകൊണ്ട് അർത്ഥത്തിലാണ് അനുമൃഗം. മൃഗങ്ങളെ അനുഗമിച്ച്, വന്യമൃഗങ്ങളെ നായാടാനായിക്കൊണ്ട് അവയുടെ പുറകെ ഉത്തരാം ദിശം ജഗാമ, വടക്ക് ദിക്കിനെ ഗമിച്ചു, വടക്ക് ദിക്കിലേക്ക് പ്രവേശിച്ചു. ഇപ്പൊ വടക്ക് ദിക്ക് എന്ന് പറയുമ്പോൾ കുറെ വടക്കോട്ടേക്ക് പോയി. വടക്ക് പോയി എവിടെ എത്തി? കൈലാസമൊക്കെ എത്തി. ആ ഭാഗത്ത്
മേരുപർവ്വതത്തിന്റെ സമീപം ഇളാവൃതം നമ്മൾ പഞ്ചമസ്കന്ധത്തിൽ കണ്ടു. ജംബൂദ്വീപത്തിന്റെ ഏറ്റവും മധ്യദേശമാണ് മേരുപർവ്വതത്തിന്റെ ചുറ്റുമുള്ളതായിട്ടുള്ള പ്രദേശമാണ് ഇളാവൃതം. ആ ഇളാവൃതത്തെ ചുറ്റിക്കൊണ്ടാണ് മറ്റ് വർഷങ്ങൾ, കിംപുരുഷ വർഷം അല്ലെങ്കിൽ ഹരിവർഷം അല്ലെങ്കിൽ മറ്റേ നമ്മുടെ എന്താ ഭാരതവർഷം മുതലായിട്ടുള്ള വർഷങ്ങളൊക്കെ അതിനെ ചുറ്റിക്കൊണ്ടാണ്. അപ്പോ ഇദ്ദേഹം വടക്കേ ദിക്കിലേക്ക് പോയി. ഉത്തരാം ദിശം ജഗാമ. എന്നിട്ടോ സ കുമാരോ വനം മേരോഹോ അധസ്താത് പ്രവിവേശഃ യത്രാസ്തേ ഭഗവാൻ സർവോ രമമാണ സഹോമയാ. സഹ കുമാരഃ, ഇവിടെ സുദ്യുമ്നനെ കുമാരൻ എന്ന് വിളിച്ചു. എന്നുവെച്ചാൽ വിവാഹം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ചെറുപ്പക്കാരനായിരുന്നു, യുവാവായിരുന്നു എന്ന് പറയാം. അപ്പൊ അങ്ങനെയുള്ള ആ കുമാരഃ മേരോഹോ അധസ്താത് വനം പ്രവിവേശഃ, മേരുപർവ്വതത്തിന്റെ താഴ്വരയിലുള്ളതായിട്ടുള്ള അധോഭാഗത്തുള്ള വനത്തിലേക്ക് പ്രവേശിച്ചു. മേരുപർവ്വതത്തിന്റെ താഴ്വാരത്തിലുള്ളതായിട്ടുള്ള വനം പ്രവിവേശ. മേരോഹോ അധസ്താത് വനം പ്രവിവേശ. എന്നതൊരു ആശ്ചര്യത്തെ സൂചിപ്പിക്കുന്നു. എന്താ കാരണം വെച്ചാൽ ആ വഴിക്ക് ആരും പോകാറില്ല, ആ വഴിക്ക് മനുഷ്യരൊന്നും പോകാറില്ല, പുരുഷന്മാരാരും പോകാറില്ല. ഇയാള് ആകസ്മികമായി പോയിപ്പെട്ടു, അറിയാതെ പോയിപ്പെട്ടു. അതാണ് ഇവിടെ എത്ര ആസ്തേ ഭഗവാൻ സർവോ രമമാണഃ സഹ ഉമയാ. എത്ര ഏതൊരിടത്താണോ, ഏതൊരു വനത്തിലാണോ ഭഗവാൻ ആസ്തെ, ആരാ ഭഗവാൻ? സർവഃ, മഹാദേവൻ, ശർവൻ. അപ്പൊ ശർവനാകുന്ന ഭഗവാൻ എവിടെ ഇരിക്കുന്നു? ആ വനത്തിലിരിക്കുന്നു. സഹ രമമാണഃ സഹ ഉമയ, ഉമയാ രമമാണഃ. ഉമാദേവിയോട്, പാർവതിയോടുകൂടി രമിക്കുന്നവനായിട്ട്, സന്തോഷമായി ക്രീഡിക്കുന്നവനായിട്ട് ഏതൊരു വനത്തിലാണോ മഹാദേവൻ കുടികൊള്ളുന്നത് അവിടേക്ക് ഇദ്ദേഹം ചെന്നുപെട്ടു. ആകസ്മികമായിട്ട് വഴി തെറ്റിയിട്ട് എന്നൊക്കെ പറയാം. മൃഗങ്ങളുടെ പുറകെ പോയി അദ്ദേഹം അവിടെ പോയി പെട്ടു. എന്നിട്ടോ തസ്മിൻ പ്രവിഷ്ട ഏവാസൗ സുദ്യുമ്നഃ പരവീരഃ അപശ്യ സ്ത്രിയമാത്മാനം അശ്വം ച പടവാം നൃപ. തസ്മിൻ പ്രവിഷ്ടേ, അവിടെ പ്രവേശിച്ചപ്പോൾ, ഏവ അപ്പൊ തന്നെ, പ്രവേശിച്ച ഉടനെ തന്നെ, അസൗ സുദ്യുമ്നഃ, ഈ സുദ്യുമ്നൻ, അസൗ എന്ന് പറഞ്ഞാൽ ഇവൻ സുദ്യുമ്നൻ പരവീരഃ, ശത്രുക്കളുടെ വീരത്തെ ഹനിക്കുന്നവനാണ്. നല്ല പരാക്രമിയായ പുരുഷോത്തമനായിട്ടുള്ള സുദ്യുമ്നൻ അവിടെ പ്രവേശിച്ച ഉടനെ അപശ്യത് സ്ത്രീയം ആത്മാനം, ആത്മാനം സ്ത്രീയം അപശ്യത്, തന്നെ തന്നെ സ്ത്രീയായിട്ട് കണ്ടു. താൻ തന്റെ പൗരുഷമെല്ലാം വെടിഞ്ഞവനായി നല്ല ഗംഭീര പുരുഷനായിട്ട് പോയ ആള് ഇപ്പതാ നല്ല സുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീയായിട്ട് രൂപാന്തരം സംഭവിച്ചു. അതാണ് ആത്മാനം സ്ത്രീയം അപശ്യത്, തന്നെ തന്നെ സ്ത്രീയായതായി കണ്ടു. മാത്രമല്ല അശ്വം ച ബടവാം നൃപ, താൻ സഞ്ചരിച്ചിരുന്ന വാഹനമായ ആൺകുതിര, ആൺകുതിരയാണ് അശ്വം, ആ ആൺകുതിര ബടവയായിട്ട്, ബടവ എന്ന് പറഞ്ഞാൽ പെൺകുതിര എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ പെൺകുതിരയായിട്ട് പരിണമിക്കുന്നതായിട്ടും അതും സ്ത്രീയായിട്ട് മാറിയതായിട്ട് കണ്ടു രാജാവെ. അപ്പൊ അങ്ങനെ താൻ സ്ത്രീയായത് മാത്രമല്ല, താൻ സഞ്ചരിച്ചിരുന്ന വാഹനമായ ആൺകുതിര പോലും പെൺകുതിരയായി പരിണമിച്ചു. മാത്രമല്ല തദനുഗാഹ സർവേ ആത്മലിംഗ വിപര്യം ദൃഷ്ട്വാ വിമനസോഭൂവൻ വീക്ഷമാണാഹ പരസ്പരം. തദാ, അപ്രകാരം തന്നെ, തദനുഗാഹ സർവേ, അദ്ദേഹത്തിനെ അനുഗമിച്ചിരുന്ന പുരുഷന്മാര്, ഭടന്മാര്, എല്ലാവരും, മന്ത്രിമാര്, എല്ലാവരും തന്നെ, എല്ലാവരും പുരുഷന്മാരായിരുന്നു. പക്ഷെ ഇപ്പൊ എന്തായി? ആത്മലിംഗ വിപര്യം ദൃഷ്ട്വാ, അവരവരുടേതായിട്ടുള്ള ലിംഗവിപര്യം, അവരുടെ ലിംഗമാറ്റം,
അവരെല്ലാം പുരുഷന്മാരെല്ലാം സ്ത്രീകളായി പരിണമിച്ചത് ദൃഷ്ട്വാ കണ്ടിട്ട് വിമനസഃ അഭൂവൻ വീക്ഷമാണാഹ പരസ്പരം പരസ്പരം വീക്ഷമാണാഹ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നവരായി. കാരണം എല്ലാവർക്കും അബദ്ധം പറ്റി ഒന്നിച്ച്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാം, ഞാൻ മാത്രമാണോ മാറിയത്, മറ്റേയാളും മാറിയോ, മറ്റേയാളും മാറിയോ, മറ്റേയാളും മാറിയോ എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ നോക്കുന്നുണ്ട്. എല്ലാരും മാറിയിട്ടുണ്ട്. അങ്ങനെ പരസ്പരം വീക്ഷമാണാഹ വിമനസഃ അഭൂവൻ വൈമനസ്യത്തോടു കൂടിയവരായി ഭവിച്ചു. എന്ന് വെച്ചാൽ അവരുടെ സ്വത്വം നഷ്ടപ്പെട്ടു. അവരല്ലാതെയായി കഴിഞ്ഞു. അവരുടെ പൗരുഷമെല്ലാം പോയി സ്ത്രീ രൂപം പ്രാപിച്ചപ്പോൾ ഇനിയിപ്പോ എന്താ ചെയ്യുക, എങ്ങനെ ഇപ്പൊ മടങ്ങിപ്പോവുക വീട്ടിലേക്ക്? വീട്ടിലേക്ക് മടങ്ങിപ്പോയാൽ തിരിച്ചറിയോ തങ്ങളെ? ബന്ധുക്കളൊക്കെ, ഭാര്യ, മക്കള്, ബന്ധുക്കള് അംഗീകരിക്കുമോ? ആകെ കുണ്ഠിതരായി, വിഷമത്തിലായി, വൈമനസ്യം പ്രാപിച്ചു. തമ്മിൽ നോക്കുകയാണ് അവര് എന്താ ചെയ്യേണ്ടത് എന്ന്. അതാണ് ദൃഷ്ട്വാ വിമനസോ ഭൂവൻ വീക്ഷമാണാഹ പരസ്പരം. അപ്പോ സുദ്യുമ്നനും കുതിരയും കൂടെ പോയിരുന്നവരും എല്ലാവരും, അവരുടെ കുതിരകളും ഒക്കെ ലിംഗം മാറ്റം സംഭവിച്ചു. എല്ലാവരും സ്ത്രീഭാവത്തെ പ്രാപിച്ചു. അപ്പൊ ഈ സമയത്ത് നമ്മുടെ പരീക്ഷത്ത് രാജാവ് അത്ഭുതത്തോടെ ചോദിക്കുന്നു, ഇതെന്താ ഇത്? എന്ത് മായയാണിത്? എന്ത് അത്ഭുതമാണിത് എന്ന് ശ്രീ സുഖബ്രഹ്മർഷിയോട് പരീക്ഷത്ത് രാജാവ് ചോദിക്കുന്നു. രാജോവാച കഥം ഏവം ഗുണോദേശഃ കേന വാ ഭഗവൻ കൃതഃ പ്രശ്നമേനം സമാചക്ഷ്വ പരം കൗതൂഹലം ഹിനഃ. രാജോവാച കഥം ഏവം ഗുണോദേശഃ കേന വാ ഭഗവൻ കൃതഃ പ്രശ്നമേനം സമാചക്ഷ്വ പരം കൗതൂഹലം ഹിനഃ. ഹേ ഭഗവൻ, സുഖബ്രഹ്മർഷിയെ സംബോധന ചെയ്യണം. അല്ലയോ സർവജ്ഞനായ സുഖബ്രഹ്മർഷേ ഭഗവൻ, ഏവം ഗുണഃ ദേശഃ കഥം, ഇപ്രകാരമുള്ള ഗുണത്തോടു കൂടിയൊരു ദേശം എങ്ങനെ ഉണ്ടായി? എന്തുകൊണ്ടാണ് ഈ ദേശത്തിന് ഇങ്ങനൊരു ഗുണമുണ്ടായത് എന്നർത്ഥം. ആ ദേശത്ത് ഇരുന്നപ്പോൾ പുരുഷന്മാരെല്ലാം സ്ത്രീലിംഗം പ്രാപിച്ചുവല്ലോ. അപ്പൊ എങ്ങനെയാണ് ഇതുണ്ടായത്? എന്താ സംഭവം എന്ന് ചോദിക്കുകയാണ്. ഏവം ഗുണഃ ദേശഃ കഥം കേനവ കൃതഃ. കേനവ, ആരാലാണ് കൃതഃ ചെയ്യപ്പെട്ടത്? അപ്പൊ ഈ വനത്തിന്റെ, ഈ ദേശത്തിന്റെ ഈ പ്രകാരത്തിലുള്ള മാറ്റത്തിന് കാരണം ആരാണ്? ആരുടെ നിശ്ചയമാണിത്? പ്രകൃതി വിരുദ്ധമായിട്ടുള്ള കാര്യമാണല്ലോ ഇത്. അപ്പൊ അത് ആരാണ് അതിന്റെയൊക്കെ കാരണക്കാരൻ എന്ന് ചോദിക്കുകയാണ്. ഏനം പ്രശ്നം സമാചക്ഷ്വ, എന്റെ ഈ പ്രശ്നത്തെ, ഈ ചോദ്യത്തെ സമാചക്ഷ്വ, സമ്യക് ആചക്ഷ്വ, നന്നായി പറഞ്ഞു തന്നാലും, ഇതിന് മറുപടി തന്നാലും എനിക്ക് ദഹിച്ചിട്ടില്ല. ഈ കഥ കേട്ടിട്ട് വിസ്മയമായിരിക്കുന്നു, അത്ഭുതമായിരിക്കുന്നു. അപ്പൊ ആ കഥയുടെ എങ്ങനെയാണിത് സംഭവിച്ചത് എന്നുള്ളത് പറഞ്ഞു തരണം. ഈ നഹ പരം കൗതൂഹലം, എന്തെന്നാൽ ഞങ്ങൾക്കൊക്കെ ഇതറിയാനുള്ള കൗതൂഹലമുണ്ട്, ജിജ്ഞാസയുണ്ട്, ഈ രഹസ്യം അറിയണം എന്ന് പരീക്ഷിത്ത് രാജാവ് ശ്രീശുഖ ബ്രഹ്മർഷിയോട് ചോദ്യം ചെയ്തു. അതിന് ശ്രീശുഖ ബ്രഹ്മർഷി മറുപടി കൊടുക്കുന്നു. ശ്രീശുഖ ഉവാച ഏകദാ ഗിരിശം ദ്രഷ്ടും ഋഷയഃ തത്ര സുവ്രതാഃ ദിശോ വിധിമിരാഭാസാഃ കുർവന്തഃ സമുപാഗമൻ താൻ വിലോക്യാംബികാദേവി വിവാസാ വ്രീഡിതാ വൃശം ഭർത്തുരംഗാത് സമുത്ഥായ നീവീം ആശ്വതപര്യദാത് ഋഷയോപി തയോർവീക്ഷ്യ പ്രസംഗം രമമാണയോഃ നിവൃത്താ പ്രയയുസ്തസ്മാത് നരനാരായണാശ്രമം തഥിതം ഭഗവാനാഹ പ്രിയായാഹ പ്രിയകാമ്യയ സ്ഥാനം യഃ പ്രവിശേദേതത് സ വൈ യോഷിദ്ഭവേദിതി തത ഊർധ്വം വനം തദ്വൈ പുരുഷാവർജയന്തിഃ സാ ചാനുചര സംയുക്താ വിചചാരവനാദ്വനം. അപ്പോ ശ്രീശുഖ ബ്രഹ്മർഷി പരീക്ഷത്തിന്റെ സംശയത്തിന് മറുപടി കൊടുക്കുന്നു. ശ്രീശുഖ ഉവാച ഏകദാ ഗിരിശം ദ്രഷ്ടും
ഋഷയഃ തത്ര സുബ്രതാഃ ദിശോ വിതിമിരാഭാസാഃ കുർവന്തഃ സമുപാഗമൻ. ഹേ അല്ലയോ പരീക്ഷത്തെ, കേൾക്കൂ. ഏകദാ ഒരിക്കൽ ഗിരിശം ദ്രഷ്ടും, ആ ഗിരിയിൽ ശയിക്കുന്നവനെ, പർവ്വതവാസിയെ, മഹാദേവനെ കാണുവാനായിക്കൊണ്ട് സുബ്രതാഃ ഋഷയഃ, നല്ല ബ്രഹ്മചര്യ വ്രതത്തോടുകൂടിയവരായ ഋഷീശ്വരന്മാർ, തത്ര ദിശോ വിതിമിരാഭാസാഃ കുർവന്തഃ സമുപാഗമന്, അവർ വരുന്ന വഴികളെ, ദിക്കുകളെയെല്ലാം വിതിമിര ആഭാസാഹ, തിമിരമില്ലാത്തവരായിട്ട്, തിമിരവും ആഭാസവുമില്ലാത്തതായിട്ട്, അന്യപ്രകാശമൊന്നും ഇല്ലാത്തതായിട്ട് തേജോമയമാക്കി ദിക്കുകളെല്ലാം പ്രകാശിപ്പിച്ചുകൊണ്ട് കുർവന്തഃ ചെയ്യുന്നവരായിട്ട് ആ നല്ല ദൃഢവ്രതന്മാരായ ഋഷീശ്വരന്മാർ ഗിരിശം ദ്രഷ്ടും ഏകദാ തത്ര സമുപാഗമൻ, ഒരിക്കൽ അവിടെ വന്നു ചേർന്നു. അപ്പൊ തേജസ്വികളായ കുറച്ച് ഋഷീശ്വരന്മാർ അവിടെ വന്നു. ആ സമയത്ത് ഇവിടെ പാർവതീദേവി ഭഗവാന്റെ മടിയിലിരിക്കുകയായിരുന്നു. അതാണ് പറയുന്നത്. താൻ വിലോക്യ അംബികാദേവി വിവാസാവ്രീഡിതാഭൃശം ഭർത്തുരംഗാത് സമുത്ഥായ നീവീം ആശ്വതപര്യദാത്. താൻ വിലോക്യ, ആ വന്ന ഋഷീശ്വരന്മാരെ കണ്ടിട്ട് അംബികാദേവി, ആ പാർവതീദേവി വിവാസ, വസ്ത്രമില്ലാതിരിക്കുകയായിരുന്നു. നഗ്നയായിട്ട് ഭർത്താവിന്റെ മടിയിലിരിക്കുകയായിരുന്നു. അപ്പൊ വൃഷം വ്രീഡിത, വല്ലാത്ത ലജ്ജയായി ദേവിക്ക്, പാർവതീദേവിക്ക് ലജ്ജ തോന്നി. അങ്ങനെ ഭർത്തു അങ്കാത് സമുത്ഥായ, വേഗം ആ ഭർത്താവിന്റെ മടിയിൽ നിന്ന് എഴുന്നേറ്റു, ഉത്താനം ചെയ്തിട്ട് നീവീം ആശു അത പര്യദാത്. നീവീ എന്ന് പറഞ്ഞാൽ അരയിൽ ചുറ്റുന്ന വസ്ത്രം, ഉടുവസ്ത്രം. അപ്പൊ നീവിയെ, വസ്ത്രത്തെ ആശു പര്യദാത്, പെട്ടെന്ന് എടുത്ത് വാരി ചുറ്റി. നഗ്നയായിരുന്ന പാർവതീദേവി തന്റെ ഭർത്താവിന്റെ മടിയിൽ നിന്ന് ചാടിയിറങ്ങി അവിടെ അടുത്തുണ്ടായിരുന്ന വസ്ത്രത്തെ വേഗം തന്റെ നഗ്നതയെ മറയ്ക്കാനായിക്കൊണ്ട് ഉപയോഗിച്ചു. അപ്പൊ ഒരു എന്താ പറയുക, വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി ലോകത്തിന്റെ മാതാപിതാക്കന്മാരായിരിക്കുന്ന പാർവതീ പരമേശ്വരന്മാർ. അപ്പോ ഋഷയോപി തയോഹോ വീക്ഷ്യ പ്രസംഗം രമമാണയോഹോ നിവൃത്താഹ പ്രയയുഹു തസ്മാത് നരനാരായണാശ്രമം. ഋഷയഃ അപി, ആ വന്ന ഋഷികളോ, രമമാണയോഹോ തയോഹോ പ്രസംഗം വീക്ഷ്യ. രമമാണർ എന്ന് പറഞ്ഞാൽ പരസ്പരം എന്താ പറയുക, ശൃംഗാരഭാവത്തിൽ സന്തോഷമായിട്ട് ഭാര്യാഭർത്താക്കന്മാർ ഇരിക്കുന്നതായിട്ട്, രമിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള അവരുടെ ആ ഒരു പ്രസംഗം എന്നാൽ പ്രകർഷേണയുള്ള സംഘം, അവരുടെ ആ ഒരു എന്താ പറയുക രതിഭാവം, അവർ തമ്മിലുള്ളതായിട്ടുള്ള ആ സമാഗമം, അതിനെ വീക്ഷ്യ കണ്ടിട്ട് ഋഷയഃ അപി തസ്മാത് നിവൃത്താഹ, അവിടുന്ന് ഉടനെ നിവർത്തിച്ചു. നമ്മൾ വന്ന നേരം ശരിയായില്ല, ഭഗവാനും പാർവതീദേവിക്കും ബുദ്ധിമുട്ടുണ്ടാക്കി, വേണ്ടിയിരുന്നില്ല എന്ന മട്ടില് അവര് ഉടനെ തന്നെ അവിടുന്ന് നിവർത്തിച്ചു, പിന്തിരിഞ്ഞു. നരനാരായണാശ്രമം പ്രയുഹു, അവര് നരനാരായണാശ്രമത്തിലേക്ക് പോയി. നരനാരായണന്മാരാണെങ്കിൽ വളരെ നൈഷ്ഠിക ബ്രഹ്മചാരികളാണ്, കാമനയെ ജയിച്ചിരിക്കുന്നതായിട്ടുള്ള ആളുകളാണ്. അപ്പൊ അവിടേക്ക് പോയി. കാരണം ഇവര് സുബ്രതന്മാരായിട്ടുള്ള മുനികളാണ്. വന്ന സ്ഥലം തെറ്റിപ്പോയി എന്ന് വിചാരിച്ചതുകൊണ്ട് അല്ലേ. സുബ്രതന്മാര്, ദൃഢവ്രതന്മാര്, ബ്രഹ്മചര്യൻ, നൈഷ്ഠിക ബ്രഹ്മചാരികളായിരിക്കുന്ന മുനിമാർക്ക് പറ്റിയ രംഗമായിരുന്നില്ല ഭാര്യാഭർത്തൃ സമാഗമ രംഗം. അതുകൊണ്ട് അവരവിടുന്ന് ഉപേക്ഷിച്ചുകൊണ്ട് ബ്രഹ്മചാരികളായിരിക്കുന്ന നരനാരായണന്മാരുടെ ആശ്രമത്തിലേക്ക് പോയി. അപ്പൊ അത് പാർവതീദേവിക്ക് ഒരു ക്ഷീണമായി. മഹാദേവൻ അതിലൊന്നും വലിയ കൂസലൊന്നുമില്ല. അപ്പൊ എന്തായി, പാർവതീദേവിയുടെ ആ ഒരു ക്ലൈബ്യം കണ്ടിട്ട് തദിദം ഭഗവാനാഹ പ്രിയായാഹ പ്രിയകമ്യയാ സ്ഥാനം യഹ പ്രവിശേദേതത് സവൈ യോഷിത് ഭവേത് ഇതി. തദിദം
അത് എന്ന് പറഞ്ഞാൽ തസ്മാത് അതുകൊണ്ട്, അങ്ങനെ ഒരു സംഭവം ഉണ്ടായതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു. എന്തിനു വേണ്ടി? പ്രിയായാഹ പ്രിയകാമ്യയ, തന്റെ പ്രിയതമയായ പാർവതീദേവിക്ക് പ്രിയം ചെയ്യുവാനുണ്ടായ ആഗ്രഹം കൊണ്ട് ഭഗവാൻ ഇതമ്മാഹ തദിതമ്മാഹ ഇപ്രകാരം പറഞ്ഞു. എന്താ പറഞ്ഞത്? ഭഗവാന്റെ വാക്കുകളാണ് രണ്ടാമത്തെ വരി. സ്ഥാനം യഹ പ്രവിശേതേതത് സവൈ യോഷിത് ഭവേത് ഇതി. അപ്പൊ യഹ ഏതത് സ്ഥാനം പ്രവിശേത്, ആരാണോ ഈ സ്ഥാനത്തിലേക്ക് പ്രവേശിക്കുന്നത്, ഈ വനത്തിലേക്ക്, ഈ ഇളാവൃതം എന്ന് പറയുന്ന ദേശത്തേക്ക് പ്രവേശിക്കുന്നത്, സവൈ യോഷിത് ഭവേത്, അവൻ യോഷിത്തായി ഭവിക്കും. അപ്പൊ ഏത് പുരുഷൻ അവിടേക്ക് പ്രവേശിച്ചാലും അവൻ സ്ത്രീയായി പോകട്ടെ എന്ന് ദേവിക്ക് വേണ്ടി ഒരു അനുഗ്രഹം കൊടുത്തു, ഒരു വരം കൊടുത്തു. ദേവി സന്തോഷിക്കാൻ. ഇനി ആരും ഇവിടെ പുരുഷന്മാർ പ്രവേശിക്കില്ല. അപ്പോ സ്ത്രീയായ ദേവിയുടെ നഗ്നത മറ്റൊരു പുരുഷൻ ഇനി കാണാൻ ഇടയാവുകയില്ല. അഥവാ കാണുകയാണെങ്കിൽ അവര് സ്ത്രീകളായിരിക്കും. അതുകൊണ്ട് വലിയ ദോഷമില്ലല്ലോ എന്ന് കരുതിയിട്ട് ഭഗവാൻ തന്റെ പത്നിയെ സന്തോഷിപ്പിക്കാനായിട്ട് ഒരു ശാപം അല്ലെങ്കിൽ തന്റെ പത്നിക്കൊരു വരം എന്നതുപോലെ ആരാണോ ഇനി ഈ സ്ഥാനത്തെ പ്രവേശിക്കുന്നത് അവൻ യോഷിത്തായി ഭവിക്കട്ടെ എന്ന് സങ്കല്പിച്ചു. തദൂർധ്വം വനം തദ്വൈ പുരുഷാവർജയന്തി സാച അനുചര സംയുക്ത വിചചാരവനാദ്വനം. തത ഊർധ്വം, അതിനുശേഷം പിന്നീട് തദ്വൈ വനം പുരുഷാവർജയന്തി, അതേ വനത്തെ പുരുഷന്മാരെല്ലാരും വർജിക്കുന്നു. കാരണം പലരുടെയും അനുഭവങ്ങളിൽ നിന്ന് അത് നാട്ടിൽ പാട്ടായി. ആ വഴിക്ക് പോയവരൊക്കെ സ്ത്രീകളായി തീർന്നു എന്നുള്ളത് അറിയാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ജനങ്ങള് പുരുഷന്മാരാരും ആ ഭാഗത്തേക്ക് പ്രവേശിക്കാതെയായി. പ്രോഹിബിറ്റഡ് ഏരിയ, പോയാൽ അബദ്ധം സംഭവിക്കുമെന്ന് കരുതി പുരുഷന്മാരെല്ലാവരും വർജയന്തിഹി, വർജിക്കുകയാണല്ലോ. അങ്ങനെയുള്ള അവിടെയാണ് പ്രവേശിച്ചിരിക്കുന്നത്. അപ്പോ സാച അനുചര സംയുക്ത വിചചാര വനാത് വനം. ഇവിടെ സാച എന്ന് പറഞ്ഞാലോ നമ്മുടെ സുദ്യുമ്നൻ സ്ത്രീയായിയല്ലോ, അവളെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ വീണ്ടും ഇളയായി, മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീ എന്ന് ഒരു പഴഞ്ചൊല്ലുണ്ട്, ഒരു കഥയുണ്ട് അതുപോലെ. അപ്പൊ അവൾ ഇളാദേവി അനുചര സംയുക്ത, തന്റെ കൂടെയുള്ള അനുചരന്മാരെല്ലാം സ്ത്രീകളായി മാറിയിരുന്നു. അവരോടുകൂടെ വനാത് വനം വിചചാര, വനങ്ങളിൽ നിന്ന് വനങ്ങളിലേക്ക് വിചരിച്ചു കൊണ്ടിരുന്നു. എന്ന് വെച്ചാൽ നാട്ടിലേക്ക് മടങ്ങിപ്പോകാൻ സാധിച്ചില്ല, മുഖമില്ലാതെയായി. എങ്ങനെ ഈ മുഖവും വെച്ച് മടങ്ങിപ്പോകും? നാണക്കേടായില്ലേ? താൻ സുദ്യുമ്നനാണെന്ന് അവിടെ പോയി പറഞ്ഞാൽ ആര് വിശ്വസിക്കും? അതുകൊണ്ട് നാട്ടിലേക്ക് പോകാൻ കൂട്ടാക്കിയില്ല. ആ ദേവി, ഇളാദേവി തന്റെ കൂടെ വന്നവരുമായിട്ട് വനാത് വനം വിചചാര, വനത്തിൽ നിന്ന് വനങ്ങളിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരുന്നു, സ്ത്രീയായി സഞ്ചരിച്ചു കൊണ്ടിരുന്നു. അതതാം ആശ്രമാഭ്യാസേ ചരന്തീം പ്രമദോത്തമാം സ്ത്രീഭിഃ പരിവൃതാം വീക്ഷ്യ ചകമേ ഭഗവാൻ ബുധഃ സാപിതം ചകമേ സുബ്രൂഹു സോമരാജസുതം പതിം സ തസ്യാം ജനയാമാസ പുരൂരവസം ആത്മജം. ആ ഇള ബുധനെ കാമിച്ചു, ബുധൻ ഇളയെ കാമിച്ചു എന്നുള്ള, ബുധനും ഇളയും തമ്മിലുള്ള ആ ബന്ധത്തെ സൂചിപ്പിക്കുന്ന രണ്ട് ശ്ലോകം. അതതാം ആശ്രമാഭ്യാസേ ചരന്തീം പ്രമദോത്തമാം സ്ത്രീഭിഃ പരിവൃതാം വീക്ഷ്യ ചകമേ ഭഗവാൻ ബുധഃ. അത് അനന്തരം പിന്നീട് താം അവളെ
ആശ്രമാഭ്യാസേ ചരന്തി, തന്റെ ആശ്രമത്തിന്റെ സമീപത്തുകൂടെ ചരിക്കുന്നവളായ പ്രമദോത്തമാം ആ സ്ത്രീരത്നത്തെ, പ്രമദ എന്നാൽ സ്ത്രീ, നല്ല യൗവനയുക്തയായ ആ സ്ത്രീരത്നത്തെ സ്ത്രീഭിഹി പരിവൃതാം വീക്ഷ്യ, മറ്റ് സ്ത്രീകളാലും ചുറ്റപ്പെട്ടവളായി സേവിക്കപ്പെട്ടവളായി കണ്ടിട്ട്, മറ്റ് ദാസിമാരെ പോലെയുള്ള അനുചരന്മാരോടുകൂടി സഞ്ചരിക്കുന്ന അവളെ കണ്ടിട്ട് ഭഗവാൻ ബുധഃ ച കമേ, ഭഗവാൻ ബുധഃ എന്ന് പറഞ്ഞ ഇവിടെ ഭഗവാൻ എന്ന് പറഞ്ഞാല് ജ്ഞാനിയായ ചന്ദ്രന്റെ പുത്രനായ ബൃഹസ്പതി താര ദമ്പതികൾക്ക് ബൃഹസ്പതിയുടേതല്ലാതെ ചന്ദ്രനിൽ നിന്ന് വേണമെങ്കിൽ അവിഹിതമായിട്ട് ഉണ്ടായ പുത്രനാണ് ബുധൻ. ആ കഥ നമുക്ക് പിന്നീട് കാണാം. അപ്പൊ ബുധനിൽ നിന്ന് താരഗർഭം ചന്ദ്രനിൽ നിന്ന് താരഗർഭം ധരിച്ചു. ആ പുത്രനാണ് ബുധൻ. പക്ഷെ ബുധൻ ഗംഭീരനാണ്, ആള് ബുദ്ധിമാനാണ്, ജ്ഞാനിയാണ്. ചന്ദ്രനെ പോലെയല്ല. ചന്ദ്രന്റെ രൂപലാവണ്യ സൗന്ദര്യമെല്ലാം ഉണ്ട്, ആകർഷണീയതയെല്ലാം ഉണ്ട്. എന്നാൽ ബൃഹസ്പതിയുടെ ജ്ഞാനവും ഉണ്ട്. അങ്ങനെയുള്ള ആ ബുധൻ ഭഗവാൻ എന്നോട് വിശേഷിപ്പിച്ചു. അദ്ദേഹം ചകമേ, ചകമേ എന്ന് പറഞ്ഞാല് കാമിച്ചു എന്നർത്ഥമാണ്. കാമ എന്നുള്ള ധാതുവിന്റെ രൂപാന്തരം. ലിട്ട് എന്ന് പറയുന്ന പ്രയോഗം. കാമിച്ചു. അദ്ദേഹം ഇളയെ കണ്ട് മോഹിച്ചു. സാപി തം ചകമേ സുബ്രൂഹു സോമരാജസുതം പതിം സ തസ്യാം ജനയാമാസ പുരൂരവസം ആത്മജ. സാപി അവളും, അവളെന്ന് പറഞ്ഞാൽ ഇവിടെ ഇളയും. തം ചകമേ സുബ്രൂഹു, സുബ്രൂഹു ആ സുന്ദരി, നല്ല പുരികക്കൊടിയോടുകൂടിയവളായ സുന്ദരിയായ ഇളാദേവി. തം സോമരാജസുതം പതിം ചകമേ, തം സോമരാജസുതം, അവനാരാണ്? സോമരാജന്റെ, ചന്ദ്രന്റെ പുത്രനാണ്. ചന്ദ്രപുത്രനായ അവനെ, ബുധനെ പതിം ചകമേ, പതിയായിട്ട് കാമിച്ചു. തനിക്ക് ഭർത്താവായി കിട്ടാൻ അവളും കാമിച്ചു. അപ്പോ അവര് അങ്ങനെ പരസ്പരം ആകർഷിക്കപ്പെടാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ്. ഈശ്വര നിശ്ചയം. ഭഗവാന്റെ നാടകത്തിലെ കഥാപാത്രങ്ങളാണ് അല്ലെ. ഭഗവാൻ നിശ്ചയിച്ചു അവര് തമ്മിൽ ഇങ്ങനെ സമാഗമിക്കാനും അവര് തമ്മിൽ ദമ്പതികളായി തീരാനും. അപ്പൊ അതുകൊണ്ട് പരസ്പരം ഒരു ആകർഷണം ഉണ്ടായി. എല്ലാവർക്കും എല്ലാവരോടൊന്നും ആകർഷണം ഉണ്ടാവില്ല. ഭഗവാൻ ബുധഃ എന്ന് പറഞ്ഞുകൂടെ. സർവജ്ഞനായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ബുദ്ധിമാനായിട്ടുള്ള ജ്ഞാനിയായ ബുധൻ പോലും കാമിച്ചുവെങ്കിൽ ഇവർക്ക് എന്തോ ഒരു പ്രത്യേകത ഉണ്ട്, ഈശ്വരൻ നിർമ്മിതമായിട്ടുള്ള. അപ്പൊ ഈശ്വരൻ മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്ന് പറഞ്ഞതുപോലെ നിർമ്മിച്ചതാണ്. അങ്ങനെയുള്ള അവനെയും കാമിച്ചു ഭർത്താവായിട്ട്. അതാണ് സോമരാജസുതനെ പതിയായിട്ട് കാമിച്ചു. സഹ തസ്യാം ജനയാമാസ, സഹ അവൻ, ബുധൻ, തസ്യാം അവളിൽ, ജനയാമാസ ജനിപ്പിച്ചു. ആരെ? പുരൂരവസം ആത്മജം, തന്റെ പുത്രനായ പുരൂരവസിനെ. പുരൂരവസ് എന്ന് പറയുന്ന ആ ഒരു മഹാരാജാവാണ്. ബുധന്റെ പുത്രനാണ്, ഇളയുടെ പുത്രനാണ്. അദ്ദേഹത്തിൽ നിന്നാണ് ഇനി സോമവംശം വർണ്ണിക്കാൻ പോകുന്നത് 14-ാം അധ്യായം മുതൽക്ക്. പുരൂരവസ് ഉർവശിയെ എന്താ പറയുക, അദ്ദേഹത്തിന് ഭാര്യയായിട്ട് കിട്ടുന്ന കഥ. ആ ഉർവശിയില് പുരൂരവസിന് സന്തതികൾ ഉണ്ടാവുന്നതും മറ്റുമൊക്കെ ആയിട്ടുള്ള കഥകളാണ് വരാനിരിക്കുന്നത് 14-ാം അധ്യായം മുതൽക്ക്. അപ്പൊ ഇവിടെ സൂചിപ്പിച്ചു ആ പുരൂരവസ് എന്ന പുത്രനെ ജനിപ്പിച്ചു. ഏവം സ്ത്രീത്വമനുപ്രാപ്തഃ സുദ്യുമ്നോ മാനവോ നൃപഃ സസ്മാര സ്വകുലാചാര്യം വസിഷ്ഠം ഇതി സുശ്രുമാം. ഏവം സ്ത്രീത്വം അനുപ്രാപ്തഃ സുദ്യുമ്നോ മാനവോ നൃപഃ സസ്മാര സ്വകുലാചാര്യം വസിഷ്ഠം ഇതി സുശ്രുമാം. സുഖബ്രഹ്മർഷി കഥ തുടരുന്നു. അങ്ങനെ ഏവം സ്ത്രീത്വം അനുപ്രാപ്തഃ മാനവഃ സുദ്യുമ്നഃ നൃപഃ. ഏവം ഇപ്രകാരം സ്ത്രീത്വത്തെ അനുപ്രാപിച്ചവൻ, വന്നു ചേർന്നവനായിട്ടുള്ള സ്ത്രീഭാവം രണ്ടാമതും പ്രാപിച്ചവനായിട്ടുള്ള, കാരണം ആദ്യം ജനിച്ചതേ സ്ത്രീയായിട്ടാണ്,
പിന്നെ വസിഷ്ഠന്റെ പ്രാർത്ഥന കൊണ്ട് പുരുഷനായതാണ്. അത് വീണ്ടും പ്രാപിച്ചു. അങ്ങനെയുള്ള മാനവ സുദ്യുമ്ന നൃപ, മനുപുത്രനായ സുദ്യുമ്നൻ എന്ന രാജാവ് സ്വകുലാചാര്യം വസിഷ്ഠം സസ്മാര ഇതി സുശ്രുമ, തന്റെ കുലഗുരുവായ കുലാചാര്യനായ വസിഷ്ഠനെ സ്മരിച്ചു എന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട് എന്ന് ഇദ്ദേഹം പറയണം. സുഖബ്രഹ്മർഷി പറയണം. അദ്ദേഹം ഏതോ സമയത്ത് തന്റെ ഗുരുവിനെ സ്മരിച്ചു, വസിഷ്ഠനെ സ്മരിച്ചു. അപ്പോഴേക്കും ആ വസിഷ്ഠന്റെ അനുഗ്രഹമുണ്ടായി, ദർശനമുണ്ടായി. അത് തുടർന്ന് പറയുന്നു. സതസ്യതാം ദശാം ദൃഷ്ട്വാ കൃപയാ വൃഷപീഡിതഃ സുദ്യുമ്നസ്യാശയൻ പുംസ്ത്വം ഉപാദാവത ശങ്കരം. സതസ്യതാം ദശാം ദൃഷ്ട്വാ കൃപയാ വൃഷപീഡിതഃ സുദ്യുമ്നസ്യാശയൻ പുംസ്ത്വം ഉപാദാവത ശങ്കരം. സഹ, ആ ഇവിടെ സഹ എന്ന് പറഞ്ഞത് വസിഷ്ഠ, ആചാര്യൻ വസിഷ്ഠൻ. തസ്യ താം ദശാം ദൃഷ്ട്വ, അവന്റെ എന്ന് പറഞ്ഞൂടെ, അവൻ സുദ്യുമ്നൻ. ആ സുദ്യുമ്നന്റെ താം ദശാം, ഈ ഒരു അവസ്ഥയെ കണ്ടിട്ട്, ഈ സ്ത്രീത്വം പ്രാപിച്ചിരിക്കുന്ന അവസ്ഥയെ കണ്ടിട്ട്, കൃപയാ വൃഷപീഡിത, അദ്ദേഹം കാരുണ്യം കൊണ്ട് വല്ലാതെ അലിഞ്ഞവനായി, ഒരു വല്ലാത്ത പാരവശ്യമുണ്ടായി അദ്ദേഹത്തിന്. അയ്യോ പാവം എന്ന് വല്ലാത്തൊരു അലിവുണ്ടായാൽ വസിഷ്ഠ മഹർഷിക്ക്. കരുണാമൂർത്തിയാണ് അദ്ദേഹം, അതുകൊണ്ട് അദ്ദേഹത്തിന് അലിവുണ്ടായി. അങ്ങനെ സുദ്യുമ്നസ്യ ആശയൻ പുംസ്ത്വം, ആ സുദ്യുമ്നന് പുംസ്ത്വം ആശയൻ, പുരുഷത്വത്തെ ആശിച്ചുകൊണ്ട്, ആഗ്രഹിച്ചുകൊണ്ട്, ഉപാദാവത ശങ്കരൻ, ശങ്കരനെ ഉപാസിച്ചു, ശങ്കരനെ പ്രാർത്ഥിച്ചു, ശങ്കരനെ സമീപിച്ചു എന്നർത്ഥം. കാരണം ശങ്കരനാണല്ലോ ഇതിന്റെ കാരണക്കാരൻ. ശങ്കരന്റെ ശാപം കൊണ്ടാണല്ലോ ഇവിടെ പ്രവേശിക്കുന്ന പുരുഷന്മാരെല്ലാം സ്ത്രീയാവുന്നത്. അപ്പൊ ശങ്കരനെ തന്നെ അല്ലെ, കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം ഇറപ്പിക്കണം. അപ്പൊ ശങ്കരനാണ് കാരണക്കാരൻ എന്ന് മനസ്സിലാക്കിയ ഋഷി ശങ്കരനെ തന്നെ സമീപിച്ച് പ്രാർത്ഥിച്ചു. ഭഗവാൻ ശങ്കരൻ ശക്തനാണ്, അദ്ദേഹത്തിന്റെ വാക്കുകൾ വൃഥാവിലാവില്ല. അപ്പൊ അതിനെ ലംഘിക്കാൻ വേറെ ആർക്കും ശക്തിയുമില്ല. അതുകൊണ്ട് തന്നെ ശങ്കരനെ പ്രാർത്ഥിച്ചു. ഉപാദാവത ശങ്കരം. തുഷ്ടസ്തസ്മൈ സ ഭഗവാൻ ഋഷയേ പ്രിയമാവഹന് സ്വാം ച വാചം ഹൃദാം കുർവന് ഇദമാഹ വിശാംപതേ. തുഷ്ടസ്തസ്മൈ സ ഭഗവാൻ ഋഷയേ പ്രിയമാവഹന് സ്വാം ച വാചം ഹൃതാം കുർവൻ ഇദമാഹ വിശാംപതേ. തുഷ്ടഃ തസ്മൈ സ ഭഗവാൻ, സഹ ഭഗവാൻ ശിവഃ ശങ്കരഃ, ആ ശങ്കരൻ തസ്മൈ തുഷ്ടഃ, തസ്മൈ അവന്റെ നേർക്ക്, ആരുടെ നേർക്ക്? തന്നെ പ്രാർത്ഥിച്ച വസിഷ്ഠന്റെ നേർക്ക് സന്തോഷിച്ചു. വസിഷ്ഠന്റെ നേർക്ക് സന്തോഷിച്ചിട്ട് ഋഷയേ തുഷ്ടഃ, ഋഷിയുടെ നേർക്ക്, തസ്മൈ ഋഷയേ തുഷ്ടഃ, ഋഷിയുടെ നേർക്ക് പ്രസാദിച്ചു. എന്നിട്ടോ പ്രിയം ആവഹൻ, തന്നെ പ്രാർത്ഥിച്ച ആൾക്ക് എന്തെങ്കിലും പ്രിയം കൊടുക്കണ്ടേ, അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയെ നിറവേറ്റണ്ടേ. അങ്ങനെ ആ എന്താ പറയുക, ക്ഷിപ്രപ്രസാദിയാണ് ഭഗവാൻ. അപ്പൊ ക്ഷിപ്രപ്രസാദിയായ ഭഗവാൻ വസിഷ്ഠന് പ്രിയത്തെ ചെയ്യുവാനായിക്കൊണ്ട്, എന്നാൽ അതേസമയം സ്വാം വാചം ഋതം കുർവൻ, ഋതാം കുർവൻ, തന്റെ വാക്കിനെ, പാർവതീദേവിക്ക് കൊടുത്ത വാക്കുണ്ട് അല്ലെ, ഈ വനത്തിൽ ആര് പ്രവേശിച്ചാലും സ്ത്രീയായി തീരുമെന്നുള്ള തന്റെ വാക്ക് സത്യമാവണം. അതാണ് ഋതാം കുർവൻ. ഋതം എന്നുള്ളതിന്റെ സ്ത്രീലിംഗമാണ് ഇവിടെ ഋതാം എന്ന് ദ്വിതീയയിൽ പ്രയോഗിച്ചത്. കാരണം വാചം, വാക്ക് സ്ത്രീലിംഗമാണ്. അപ്പൊ വാചം ഋതാം കർത്തും, വാക്കിനെ ഋതമാക്കി ചെയ്യുവാൻ. ഹേ വിശാംബതേ, അല്ലയോ രാജാവേ, വിശാംബത എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ പതിയായിരിക്കുന്ന രാജാവേ, ഇതം ആഹ, ഇങ്ങനെ പറഞ്ഞു. മഹാദേവൻ അനുഗ്രഹിച്ചുകൊണ്ട് വസിഷ്ഠനോട് ഇങ്ങനെ പറഞ്ഞു. എന്താ പറഞ്ഞത്? മാസം പുമാൻ സഭവിത മാസം സ്ത്രീ തവ ഗോത്രജഃ ഇത്തം വ്യവസ്ഥയാ കാമം സുദ്യുമ്നോവതു മേദിനീ.
മാസം പുമാൻ സഭവിത മാസം സ്ത്രീ തവ ഗോത്രജഃ ഇത്തം വ്യവസ്ഥയാ കാമം സുദ്യുമ്നോ വധുമേദിനീ. തവ ഗോത്രജഃ സഹ, അങ്ങയുടെ ഗോത്രത്തിൽ ജനിച്ചവനായ അവൻ. ഇവിടെ ഗോത്രം എന്നുള്ളത് കൊണ്ട് അദ്ദേഹമാണ് കുലഗുരു. ഈ വംശത്തിന്റെ കുലഗുരുവാണ്, അഥവാ എന്താ പറയുക, സൂര്യവംശത്തിന്റെ ഗുരുവാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വംശത്തിൽ ജനിച്ചവനായിട്ടുള്ള ഈ സുദ്യുമ്നൻ സഹ മാസം പുമാൻ, ഒരു മാസം പുരുഷനായിരിക്കും. മാസം സ്ത്രീ ഭവിത, ഒരു മാസം സ്ത്രീയായിട്ടും ഭവിക്കും. അപ്പോ തന്റെ വാക്കും സത്യമാക്കണം, ഋഷിയുടെ പ്രാർത്ഥനയ്ക്ക് അനുഗ്രഹവും ചെയ്യണം. അപ്പൊ രണ്ടും ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചുകൊണ്ട് ഒരു മാസം സ്ത്രീയായിട്ടും ഒരു മാസം പുരുഷനായിട്ടും ഭവിക്കും എന്ന് പറഞ്ഞു. ഇത്തം വ്യവസ്ഥയാ സുദ്യുമ്നഃ മേദിനീം കാമം അവതു. ഈ ഒരു വ്യവസ്ഥയോടുകൂടെ ഈ സുദ്യുമ്നൻ ഭൂമിയെ ഇഷ്ടം പോലെ ഭരിച്ചോട്ടെ, രക്ഷിച്ചോട്ടെ. അപ്പോ ഒരു മാസം പുരുഷനായിരിക്കുമ്പോ രാജ കൊട്ടാരത്തിൽ ചെന്ന് സിംഹാസനത്തിൽ ഇരുന്നുകൊണ്ട് രാജ്യഭാരങ്ങളൊക്കെ നോക്കുക. ഒരു മാസം നമ്മുടെ മുഖ്യമന്ത്രിയെ പോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണാതെയാവുക, അല്ലേ? ഒരു മാസം കഷ്ടപ്പെട്ട് ഭരിച്ചതല്ലേ, അപ്പൊ ഒരു മാസം ലീവ് വേണ്ടേ? എവിടെയെങ്കിലുമൊക്കെ കുറച്ച് യാത്രയൊക്കെ പോകാം. അങ്ങനെ അന്ന് സുദ്യുമ്നൻ തുടങ്ങി വെച്ചതാണ് ഇന്നിപ്പോ നമ്മുടെ മുഖ്യമന്ത്രി തുടരുന്നത്. അപ്പൊ എന്തായാലും ഇത്തം വ്യവസ്ഥയാ കാമം സുദ്യുമ്നോ അവതുമേദിനി, ഇങ്ങനെയുള്ള വ്യവസ്ഥ പ്രകാരം ഒരു മാസം പുരുഷനും ഒരു മാസം സ്ത്രീയും എന്നുള്ള വ്യവസ്ഥയോടുകൂടെ യഥാകാമം സുദ്യുമ്നഃ മേദിനീം അവതു, മേദിനിയെ ഭൂമിയെ രക്ഷിക്കട്ടെ അദ്ദേഹം ഇങ്ങനെ വരം കൊടുത്തു, അഥവാ ശാപമോചനം കൊടുത്തു. ആചാര്യാനുഗ്രഹാത് കാമം ലബ്ധ്വാ പുംസ്ത്വം വ്യവസ്ഥയാ പാലയാമാസ ജഗതിം നാഭ്യനന്ദൻ സ്മ തത്തം പ്രജാഃ. ആചാര്യാനുഗ്രഹാത് കാമം ലബ്ധ്വാ പുംസ്ത്വം വ്യവസ്ഥയാ പാലയാമാസ ജഗതിം നാഭ്യനന്ദൻ സ്മ തം പ്രജാഃ. അങ്ങനെ ആചാര്യ അനുഗ്രഹാത്, വസിഷ്ഠ അനുഗ്രഹാത്, വസിഷ്ഠന്റെ പ്രാർത്ഥന കൊണ്ട്, അദ്ദേഹത്തിന്റെ അനുഗ്രഹം കൊണ്ട് വ്യവസ്ഥയാ കാമം പുംസ്ത്വം ലബ്ധ്വ, ഇപ്രകാരമുള്ള വ്യവസ്ഥ മാസം മാസം മാറിക്കൊണ്ട് ഓൾട്ടർനേറ്റ് മന്ത് ആണും പെണ്ണുമായി മാറുന്ന വ്യവസ്ഥയോടുകൂടി ആ ഇഷ്ടാനുസരണമുള്ള കാമമായ പുരുഷത്വം ലഭിച്ചിട്ട് ആഗ്രഹിച്ച പൗരുഷം തിരിച്ചു കിട്ടിയിട്ട് ജഗതീം പാലയാമാസ, ലോകത്തെ പരിപാലിച്ചു, ഭൂമിയെ പരിപാലിച്ചു രാജാവായിട്ട്. എങ്ങനെയായിരിക്കുന്ന നമുക്ക് ഊഹിക്കാവുന്നതാണ്, വിസ്തരിച്ചില്ലേ അവിടെ. ഒരു മാസം ആള് സിംഹാസനത്തിൽ കാണും, ഒരു മാസം ആള് അപ്രത്യക്ഷനാകും. സ്ത്രീയായിട്ട് ജനസമൂഹത്തിൽ അദ്ദേഹം കാണപ്പെടില്ല. അപ്പൊ തന്റെ സമയമായി എന്ന് പറയുമ്പോഴേക്കും ആള് മുങ്ങും, കാട്ടിലേക്ക് പോകും. അങ്ങനെ ന അഭ്യനന്ദൻ സ്മ തം പ്രജാഹ, തം, ഈ ഒരു രാജാവിനെ, ഇങ്ങനെയുള്ള ഒരു പ്രവൃത്തി ചെയ്യുന്ന രാജാവിനെ തം പ്രജാഹ ന അഭ്യനന്ദൻ സ്മ, പ്രജകള് അഭിനന്ദിച്ചില്ല. പ്രജകൾക്ക് അതൃപ്തി തുടങ്ങി, ഉണ്ടാവില്ലേ? പ്രജകൾ പരസ്പരം കുശുകുശുക്കാൻ തുടങ്ങി. ഇതെന്ത് രാജാവാണിത്, ഒരു മാസം ആളെ കാണാനേ ഇല്ല, നമ്മുടെ പ്രശ്നങ്ങള്, ഇന്നുള്ള പ്രശ്നങ്ങൾ ഇനി ഒരു മാസം കഴിഞ്ഞിട്ടല്ലേ പരിഹരിക്കാൻ പറ്റുള്ളൂ, അല്ലേ? തിരുവനന്തപുരം നഗരം മുഴുവൻ വെള്ളത്തിലായി ആണ്ടിരിക്കുന്നതായുള്ള സമയത്താണ് നമുക്ക് വീണവായന. അതിന്റെ പ്രശ്നങ്ങൾ എന്നാ പരിഹരിക്കുക നീ? എല്ലാ വെള്ളവും ഒഴുകിപ്പോയ ശേഷം, അല്ലേ? അപ്പൊ അതുപോലെ ഈ പ്രജകളൊന്നും ഇതിൽ സന്തോഷിച്ചില്ല. ഇതെന്ത് രാജാവാണിത്? അയ്യേ, വൈവസ്വത മനു ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. അദ്ദേഹത്തിന്റെ മകൻ എന്താ അങ്ങനെ ഒരു വ്യവസ്ഥയില്ലാത്ത ഒരാൾ, ഒരു മാസം ആളെ കാണാനില്ല, എവിടെ പോണു, ഏത്, അല്ലെ, തായ്ലൻഡിലേക്ക് പോണോ, പട്ടായയിലേക്ക് പോണോ, എവിടേക്ക് പോണോന്നൊന്നും അറിയില്ല. അപ്പൊ അങ്ങനെ ന അഭ്യനന്ദൻ സ്മ തം പ്രജാഹ. തസ്യ ഉത്കലോ ഗയോ രാജൻ വിമലശ്ച സുതാസ്ത്രയഃ ദക്ഷിണാപദരാജാനോ ബഭൂവുർമർ ധർമ്മവത്സലാഃ. അങ്ങനെയുള്ള
അദ്ദേഹം സുദ്യുമ്നൻ എന്ന രാജാവായിരിക്കുമ്പോൾ, മറ്റത് ഇളയായിരിക്കുമ്പോൾ പുരൂരവസ് എന്നൊരു പുത്രനുണ്ടായി ബുധനിൽ നിന്ന്. ഇനി ഇദ്ദേഹം പുരുഷനായി രാജാവായിരിക്കുമ്പോഴോ അദ്ദേഹത്തിന്റെ പത്നിയിൽ, അല്ലെ, ഈ സുദ്യുമ്നൻ വിവാഹം കഴിച്ചു. അദ്ദേഹത്തിന്റെ പത്നിയില് അദ്ദേഹത്തിന് 3 പുത്രന്മാരുണ്ടായി. സുതാഹ ത്രയഹ. ത്രയഹ സുതാഹ ആരൊക്കെയാണ്? ഉത്കലഹ ഗയഹ വിമലഹ ച. ഉത്കലൻ, വിമലൻ, ഗയൻ, അതാണ് 3 പുത്രന്മാർ. തസ്യ ഉത്കലോ ഗയോ രാജൻ വിമലശ്ച സുതാഹ ത്രയഹ. ത്രയസുതാഹ ആസൻ. അവരെന്തായിത്തീർന്നു? അവർ ദക്ഷിണാപദ രാജാനഹ ബഭൂവു ധർമ്മവത്സലാഹ. അവർ ധർമ്മത്തെ പരിപാലിക്കുന്ന, ധർമ്മത്തിൽ താല്പര്യമുള്ളവരായിട്ടുള്ള 3 രാജാക്കന്മാരായി തെക്കൻ രാജ്യങ്ങളെ, ദക്ഷിണാപദങ്ങൾ, ദക്ഷിണദേശങ്ങളെ ഭരിക്കുന്ന രാജാക്കന്മാരായി ഭവിച്ചു എന്ന് പറയണം. ഉത്കലൻ, ഗയൻ, വിമലൻ, 3 പേര്. തതഃ പരിണതേ കാലേ പ്രതിഷ്ഠാനപതി പ്രഭു പുരൂരവസേ ഉത്സൃജ്യ ഗാം പുത്രായ ഗതോവനം. തതഃ പരിണതേ കാലേ പ്രതിഷ്ഠാനപതി പ്രഭു പുരൂരവസേ ഉത്സൃജ്യ ഗാം പുത്രായ ഗതോവനം. തതഃ കാലേ പരിണതി. അനന്തരം കാലം കുറെ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മടുത്തു. ആളുകളുടെ കുശുകുശുക്കലൊക്കെ കേട്ട് നാണക്കേടായി. 1 മാസം സ്ത്രീയും 1 മാസം പുരുഷനും. അപ്പൊ ഇതിലെന്തൊക്കെയോ രഹസ്യമുണ്ടെന്ന് ആളുകൾ കണ്ടുപിടിക്കാൻ തുടങ്ങി. പലതും പറയാൻ തുടങ്ങി. അപ്പോ അതുകൊണ്ട് തന്നെ മടുത്തവനായിട്ട് അദ്ദേഹം കാലം പരിണതമായപ്പോൾ ആ പ്രതിഷ്ഠാനപതി, പ്രതിഷ്ഠാനം എന്ന് പറഞ്ഞാൽ ഭൂപ്രതിഷ്ഠാനം, അതിന്റെ പതി, അപ്പൊ ഭൂമിയുടെ മുഴുവൻ അധിപനായിരുന്ന രാജാവ് ഗാം പുരൂരവസേ പുത്രായ ഉത്സൃജ്യ, ഭൂമിയെ തന്റെ പുത്രനായ പുരൂരവസിന് വെടിഞ്ഞിട്ട് ഏൽപ്പിച്ചു കൊടുത്തിട്ട്, പുരൂരവസിനായിക്കൊണ്ട് കൊടുത്തിട്ട് വനം ഗതഃ, കാട്ടിലേക്ക് പോയി. അദ്ദേഹം എന്നേക്കുമായിട്ട് സ്ത്രീയായി അവിടുന്ന് വിരമിച്ചു. ഇനി ആവശ്യമില്ല തനിക്ക് ഈ പുരുഷത്വം എന്ന് കരുതിക്കൊണ്ട് അദ്ദേഹം വനത്തിലേക്ക് അന്തർധാനം ചെയ്തു. പിന്നെ ആരും അദ്ദേഹത്തെ കണ്ടിട്ടില്ല. അപ്പൊ ഇങ്ങനെ ഇളയുടെ ഉപാഖ്യാനം, വൈവസ്വത മനുവിന്റെ മകളായി ജനിച്ച് സുദ്യുമ്നൻ എന്ന പുരുഷനായി മാറി രാജാവായി തീർന്നതും, പിന്നീട് ആ ശിവനാൽ ശപിക്കപ്പെട്ട ദേശത്ത് പ്രവേശിച്ചതുകൊണ്ട് വീണ്ടും സ്ത്രീയായി, പിന്നീട് വസിഷ്ഠന്റെ അനുഗ്രഹത്താൽ, ശിവന്റെ അനുഗ്രഹത്താൽ ആണും പെണ്ണും മാറി മാറി മാസം മാറി പിന്നെയും കുറെ കാലം കഴിഞ്ഞ് അദ്ദേഹം തന്റെ പുത്രന്മാരെ രാജ്യങ്ങളൊക്കെ ഏൽപ്പിച്ച് സ്ഥലം വിട്ടു, വനത്തിലേക്ക് പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഈ അധ്യായം ഇവിടെ ഉപസംഹരിക്കുന്നു. ഇനി ഇക്ഷ്വാകു മുതലായിട്ടുള്ള 10 പുത്രന്മാരുടെ വംശപരമ്പരകളെയാണ് വർണ്ണിക്കാൻ പോകുന്നത് അടുത്ത 12 അധ്യായങ്ങളിൽ. അപ്പോൾ അത് നമുക്ക് കാണാം. ഹരി ഓം. ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായ നവമസ്കന്ധേ സൂര്യവംശനിരൂപണ പ്രകരണേ സുദ്യുമ്ന സ്ത്രീത്വ നിരൂപണം നാമ പ്രഥമോധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഒന്ന് ഇവിടെ നിർത്തുകയാണ്. ഇനി 3 ദിവസം കഴിഞ്ഞ് നവമസ്കന്ധം 2-ാം അധ്യായം മുതൽ തുടരാം. ഇവിടെ വൈവസ്വത മനുവിന്റെ ഓരോരോ പുത്രന്മാരുടെ വംശങ്ങളെ വർണ്ണിച്ചു തുടങ്ങുന്നു. ആദ്യം പൃഷദ്രൻ എന്ന രാജാവിന്റെ കഥയാണ്, പൃഷദ്രൻ എന്ന പുത്രന്റെ കഥയാണ് ആദ്യം പറഞ്ഞു തുടങ്ങുന്നത്. അതിനുശേഷം ഓരോരോ ശര്യാദി മുതലായിട്ടുള്ള ഓരോരുത്തരുടെയും കഥകൾ വർണ്ണിക്കുന്നു. കവി, കാരൂഷൻ, ദൃഷ്ടൻ, നൃഗൻ, നരിഷ്യന്തൻ, ദിഷ്ടൻ തുടങ്ങി ഇങ്ങനെ കഥകൾ വർണ്ണിക്കാൻ പോകുന്നു. ഞാനിപ്പോൾ തുടങ്ങി വയ്ക്കുന്നില്ല, ബ്രേക്ക് വരുന്നത് കൊണ്ട്. ഇനി എന്താ പറയുക,
25 കാണാം, അല്ലെങ്കിൽ 24 വൈകുന്നേരം പറ്റിയാൽ കാണാം. 24 വൈകുന്നേരം ചിലപ്പം എത്തിച്ചേരും, അപ്പോൾ കാണാം. അതുവരെ കാലടിക്കുള്ള യാത്രയിലാണ്. ഹരി ഓം. എല്ലാവർക്കും ശുഭരാത്രി. ഓം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാളെ നരസിംഹ ജയന്തി അല്ലേ? ഇന്ന് നരസിംഹ ജയന്തിയാന്ന് ചിലര്, നാളെയാണെന്ന് ചിലര്. എന്തായാലും ഭഗവാനെ സ്മരിക്കാൻ വേണമെങ്കിൽ 2 ദിവസവും ആവാം. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരി ഓം.